റെയിലെ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞു? പറയും. വാണിംഗ് ഉണ്ട് ഇവിടെ, വാണിംഗ് ഉണ്ട് ഇവിടെ. വാണിംഗ് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം. മനസ്സിലാക്കി അതെന്റെ ഗെയിമാണ്. ഞാൻ പുറത്തുനിന്നുള്ള ഒരു കാര്യം വന്നിട്ട് എന്ത് പറയണം ഏത് പറയണം ലിമിറ്റ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ വിട്ട കാര്യങ്ങളാണെങ്കിൽ ബിഗ് ബോസിനെ പുറത്താക്കും. വാണിംഗ് ആണ് തന്നെ. വാണിംഗിന് ശേഷം ഇന്നേ വരെയും പറഞ്ഞിട്ടില്ല. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ക്ലിപ്പ് സീക്രട്ട് ഏജൻറ്റും അവരുടെ ടീം മെമ്പേഴ്സും തമ്മിൽ ഇന്ന് തുടങ്ങുന്ന ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷനിലാണ്. ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പവർ ടീം മെമ്പേഴ്സ് ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ Q&A സെഷനിൽ ഇൻഡിവിജ്വൽ ടീമിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സീക്രട്ട് ഏജൻറ്റ് ഭയങ്കര രീതിയിലുള്ള ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ടീം മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല നല്ല വാലിഡ് പോയിന്റ്സ് ഒക്കെ സായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സായിക്കെതിരെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സായി തന്നെ പറയുന്നു, ഒരു പക്ഷേ എന്നോട് ചോദിക്കുന്ന ചോദ്യം പുറത്ത് നടന്ന കാര്യങ്ങൾ എന്തിന് ഉള്ളിൽ വന്ന് പറഞ്ഞു എന്ന രീതിയിലായിരിക്കും എന്നോട് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ വളരെ ടാക്ട്ഫുള്ളി, ജിൻഡോനെ നമ്മൾ അത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണേണ്ട ഒരു കാര്യമില്ല, ജിൻഡോ വളരെ ടാക്ട്ഫുള്ളി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതിന് സായി പറയുന്ന മറുപടി അതിൻ്റെ ചിലപ്പോൾ ഒരു ഗെയിമായിരിക്കാം, അപ്പോൾ അത് പറയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ സായിയുടെ മറുപടി എങ്ങനെയാണ്, വാണിംഗ് അല്ലേ ഇവിടെ കൊടുക്കുന്നുള്ളൂ, വാണിംഗ് പുറത്താക്കില്ലല്ലോ, ഇല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് എന്താണ് സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള സായി അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ സായി പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഗെയിം സ്ട്രാറ്റജി പോലെയല്ല, അത് പുറത്തുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി സംസാരിച്ചു. അത് ജാസ്മിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി കോംബോ പൊളിച്ചിട്ട് അവർക്ക് നല്ലൊരു ഗെയിം അവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് സായി അത് ചെയ്തെന്നുള്ളത് സായി ഡയറക്റ്റായിട്ട് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു ക്ലിപ്പിൽ കാണുന്നത്. ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, സായി കൃഷ്ണൻ അഥവാ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു മിഷൻ പോലെ ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ജാസ്മിനോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാം എന്നുള്ള രീതിയിൽ മുന്നേ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്ന പോലെ. അതുകൊണ്ട് ഇന്നലെയൊക്കെ നമ്മൾ കരുതിയ പോലെ ഒരു അബദ്ധവശാൽ ജാസ്മിനെ കണ്ടപ്പോൾ പറഞ്ഞു പോയതുപോലെ തോന്നുന്നില്ല. എവിടേക്കോ ജാസ്മിനെ പേഴ്സണലി രക്ഷിച്ചെടുക്കാനും അതുപോലെ ആ ഗബ്രീനെയും ജാസ്മിനും രണ്ട്, ഗബ്രീനെ ഞാൻ പറയുന്നില്ല, ജാസ്മിനെ എവിടേക്കോ പേഴ്സണലി രക്ഷിച്ചെടുക്കാൻ ഇനി ആരുടെയും ഇൻസ്ട്രക്ഷൻസിലാണോ എന്ന് നമുക്ക് കാര്യങ്ങൾ അറിയില്ല, ബിഗ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണോ എന്നുള്ള അറിയില്ല, ഗെയിം പ്ലേ ആണോ നമുക്കറിയില്ല. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും അവിടെ ജാസ്മിനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ക്ലിയർ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനുമായിട്ട് വന്നിട്ടുള്ള ഒരു സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണനാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അഡ്മിറ്റ് ചെയ്യുന്ന പോലെയാണ് സായിയുടെ ഇന്നത്തെ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു ഗെയിം പ്ലാനാണ്. എനിക്കിഷ്ടമുള്ള പോലെ കളിക്കാം, ബിഗ് ബോസ് എനിക്ക് വാർണിംഗ് തന്നോട്ടെ, ഇല്ലെങ്കിൽ എന്നെ പുറത്ത് പറഞ്ഞു വിട്ടോട്ടെ. വിച്ച് മീൻസ് സായി ഡസൻ കെയർ. സായിനെ ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പുറത്താക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും സായി അത് ജാസ്മിന് വേണ്ടി സഹിക്കും എന്നുള്ളൊരു ആ ഒരു ട്യൂണാണ് ആ ഒരു ടോക്കിലുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. കാരണം എന്ന് വെച്ചാൽ സായി വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അതാണ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. അതായത് ഞാൻ വന്നു ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി ഞാൻ ഇതിനുള്ളിൽ വന്നു, ഈ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ഇനി ബിഗ് ബോസ് പറ്റില്ലെങ്കിൽ വാണിംഗ് തരട്ടെ, എന്നെ പുറത്താക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോയിലേക്ക് എൻട്രി കിട്ടിയിട്ടില്ല. ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് എന്നൊരു ഗെയിം ഷോയിലേക്ക് എൻട്രി കിട്ടിയിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ വെറും ഒരു ജാസ്മിൻ്റെ ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് സ്വയം ബലിയാടാവുക അല്ലെങ്കിൽ ജാസ്മിന് വേണ്ടിയിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്ത് പുറത്തു പറഞ്ഞാൽ ഇത്രയും ഗൗരവമല്ലാതെയാണോ സായി ബിഗ് ബോസിനെ കണ്ടതെന്നുള്ള പോലും എനിക്ക് സംശയമുണ്ട്.